പ്ലസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിസാറ്റിലെ പി ജിയുടെയും അതുപോലെ തന്നെ മറ്റു ബിടെക് ബിലെറ്റ് ഒഴിച്ച് മറ്റു പ്രോഗ്രാമുകളുടെയും ചിലതിൻ്റെയൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 12-ാം തീയതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് എന്തായാലും അലോട്ട്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. അതിന് പകരം കിസാറ്റ് റിവൈസ്ഡ് ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് പി ജി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് MScയുടെ നമുക്ക് 9-ാം തീയതി വരെ ആയിരുന്നു ലാസ്റ്റ് തന്നിരുന്നത്. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 13/6/2024 മാറ്റിവെച്ചേക്കുന്നത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് PG പ്രോഗ്രാംസ് ഇൻ്റഗ്രേറ്റഡ് MSc BBA ആൻഡ് BCom LLB BSc കമ്പ്യൂട്ടർ സയൻസ് LLB ഓണേഴ്സ് ആൻഡ് BVoc പ്രോഗ്രാമിൻ്റെയൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 13-ാം തീയതി, അതായത് നാളെയാണ് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ബിടെക്കിൻ്റെ നമുക്ക് 25-ാം തീയതി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അലോട്ട്മെൻറ്റ് എന്ന് വരും എന്നുള്ള കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. 2 ദിവസം 25-ാം തീയതി കഴിഞ്ഞ് 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ ഈ ഒരു 13-ാം തീയതി നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീ അടയ്ക്കാനുള്ള ഡേറ്റ് 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ആ ഒരു ടൈമിലാണ്. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 21-ാം തീയതിയാണ് വരുന്നത്. 21-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് നമ്മൾക്ക് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കുള്ള ഫീസ് അടയ്ക്കാനുള്ളത്. ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടി ഫീസ് അടച്ചവർ വീണ്ടും അടയ്ക്കണ്ട. ഇനി ഫീസിൽ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ മാത്രം അടച്ചാൽ മതി. ആ കൂടുതലുള്ള എമൗണ്ട് അടച്ചാൽ മതി. അതല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ ഒരു ഫീസ് അടച്ച് നമ്മുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 21-ാം തീയതി വരും. 25-ാം തീയതി വരെയാണ് നമ്മൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ്. അപ്പോൾ അതിനുശേഷം വേക്കൻസി ഉണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ട് നടത്തും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നത്. ഫിസിക്സിൻ്റെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, കെമിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ഓരോന്നിനും നോട്ടിഫിക്കേഷൻസും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.